വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അധികം സമയമോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ മിക്സിയിലിട്ടിട്ട് കുറേ പ്രാവശ്യം അടിക്കൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു ചാനൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള മാങ്ങയാണോ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മാങ്ങയാണോ ഒന്നും കുഴപ്പമില്ല. ഏത് മാങ്ങയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇതുപോലെ തോലൊക്കെ ചേർത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ടും കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബോക്സ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. പ്ലാസ്റ്റിക്കിന്റെ ബോക്സിന് പകരമായിട്ട് നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റീലിന്റെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാലില്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പാലിന് പകരമായിട്ട് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 250 ml തിക്ക് ക്രീമാട്ടാണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീം ചേർക്കാം. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ സാധാ നമ്മൾ കുക്കിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കട്ടെ. ഇതിപ്പോൾ തിക്ക് ക്രീമിൽ മധുരമോ കാര്യങ്ങളോ ഒന്നുമില്ല. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ തിക്ക് ക്രീം വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലെങ്കിലുണ്ടല്ലോ സാധാ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ. അതായാലും ഇതേ എഫക്റ്റ് തന്നെ ഉണ്ടാവാം. ഒരു 250 ml തന്നെ ചേർത്താൽ മതി. അതും അപ്പം നല്ല മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ തിക്ക് ക്രീമോ ഒക്കെ ചേർക്കുന്ന സമയത്ത് മധുരം കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പം തന്നെ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഇതുപോലെ കട്ടിയാക്കിയിട്ട് എടുക്കട്ടെ. നമ്മൾ ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചത്. എന്നിട്ട് രാത്രി ഇതുപോലെ നല്ല പോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഫ്രീസറിൽ നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വേഗം കട്ടിയായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇതുപോലെ കട്ടിയായിട്ട് കിട്ടും കേട്ടോ. ആ ബോക്സിൽ നിന്ന് മുഴുവനായിട്ട് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് ആയി കിട്ടും. അപ്പോൾ നമ്മൾ അത് ഓരോ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നേരെ പകുതി ആദ്യം ഇതുപോലെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പകുതി ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ പകുതിയായിട്ട് അടിക്കേണ്ടവർക്ക് അങ്ങനെ അടിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതിലേക്ക് ബാക്കിയുള്ള പീസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കട്ടെ. ഞാനിവിടെ മുഴുവനായിട്ടും ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങൾക്കിതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പം തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാട്ടാ. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടി ടൈറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലൊരു ട്രേയോ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് അടിയിലേക്ക് കുറച്ചും കൂടി മാംഗോൻ്റെ പൾപ്പോ എന്തെങ്കിലും ഇട്ട് കൊടുക്കട്ടാ. ഒന്നുമില്ലെങ്കിൽ കുറച്ച് നട്ട്സെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതാ മാംഗോ നമ്മൾ ഐസ്ക്രീം ഇതുപോലെ ഇട്ട് കൊടുക്കട്ടാ. ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതുപോലെ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം. ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള മാംഗോ ഐസ്ക്രീം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊരു ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആദ്യം മിക്സിയിൽ അടിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അത്. പിന്നെ നിങ്ങൾക്ക് ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കണം അല്ലെങ്കിൽ സ്കൂപ്പ് ചെയ്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 3-4 മണിക്കൂറും കൂടി ഫ്രീസ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച വാട എന്നിട്ട് പോലും നല്ല പോലെ സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ ഇതിനും അടിപൊളിയായിട്ട് നല്ല പോലെ നല്ല സ്മൂത്തായിട്ട് സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 1/4 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു രീതിക്കാട്ടെ ഇപ്പോൾ കാണിച്ചത്. നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം തന്നെയുള്ളത്. അടിയിന്നേ കോരി എടുക്കുമ്പോൾ നമ്മൾ മാംഗോൻ്റെ പൾപ്പൊക്കെ ഇങ്ങ് പോരും കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അധികം സമയവും വേണ്ട. നമ്മൾ രാത്രിയൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ രാവിലെ അടിച്ച് വെക്കാം. ഒന്ന് ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ സംഭവം റെഡിയാവും. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.